എന്റെയും നിങ്ങളുടെയും കാര്യം അതാണോ എന്ന് നോക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയത്. വമ്പിച്ച ഫദ്ലും റഹ്മത്തുമാണ്. ഫബിദാലിക ഫലിയഫറഹു എന്നാണ്. അതുകൊണ്ട് സന്തോഷിച്ചോളൂ എന്നാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകൾ ദായിമൻ നിരന്തരം സന്തോഷത്തിലായിരിക്കുന്നതാണ്. അവരെ ഏതെങ്കിലും നിലക്കുള്ള ഹമ്മ് പിടികൂടുകയില്ല. പിടികൂടിയാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുആ പോലും ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. അബ്ദുല്ലാഹ് മസൂദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് കടുത്ത മനപ്രയാസം ഉണ്ടായാൽ, ഭയങ്കരമായ ടെൻഷൻ, സ്ട്രെസ്, ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ച് മറ്റു പലതും, വേദന, ദുഃഖം, എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജിലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നതാണ് അൻ തജ്അലൽ ഖുർആൻ, ഖുർആനിനാക്കണം റബീഅ ഖൽബി, ഹൃദയത്തിന്റെ വസന്തം. റബീഅ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടില്ലാത്ത കാലാവസ്ഥ, തണുപ്പായിരിക്കും. ഓവർ തണുപ്പാണോ? അല്ല, ഒരു പ്രത്യേക തണുപ്പ്, ഒരു പ്രത്യേക തണുത്ത കാറ്റ്. അതാണ് റബീഇന്റെ പ്രത്യേകത. മാത്രമല്ല, ചുറ്റിലും നോക്കുമ്പോൾ ചൂട് കാലത്ത് കാണുന്ന കാഴ്ചയല്ല, ഭൂമിയുടെ നിറം തന്നെ വ്യത്യാസപ്പെട്ടത് കാണാം. പച്ചപ്പുകൾ കാണാം, ധാരാളക്കണക്കിന് അന്ന് വരെ കാണാത്ത ഒരുപാട് പൂക്കൾ റബീഇന്റെ സന്ദർഭത്തിൽ വരുന്നത് കാണാം. അന്ന് വരെ കാണാത്ത ഒരുപാട് പൂമ്പാറ്റകൾ, തുമ്പികൾ കാണാൻ സാധിക്കും. പലതരം ചെടികളും. ഇതൊക്കെ റബീഇന്റെ പ്രത്യേക. റബീഅ് എന്ന് പറഞ്ഞ ആഹ്ലാദമാണ്. ഖുർആൻ റബീഅാണ്, ഖുർആൻ വസന്തമാണ്. എല്ലാ ചൂടുകളെയും അതില്ലാതെയാക്കും, കൊടും തണുപ്പിനെയും അതില്ലാതെയാക്കും. ഒരു പ്രത്യേകമായ അവസ്ഥയാണ് ഖുർആനിന്റെ പഠിതാക്കളിൽ ഉണ്ടാവേണ്ടത്. പക്ഷെ അത് ഖുർആനിനെ സമീപിക്കേണ്ട രൂപത്തിൽ സമീപിക്കണം. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി. എന്റെ ഹൃദയത്തിൽ എവിടെയും ഇരുട്ടുണ്ടാവാൻ പാടില്ല. ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ ഇരുട്ടിന് സ്ഥാനമില്ല. കാരണം പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള നൂറാണ്. സൂറത്തുൽ ഫാത്തിഹ തന്നെ 17 തവണ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു എന്നാണ്. എന്താണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തലയുയർത്തി നോക്കി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ശബ്ദം കേട്ടത് ഒരു ഡോറ് തുറന്ന സൗണ്ടാണ്. ആകാശത്തിന്റെ ഒരു ഡോറ് തുറന്നു, നമുക്ക് കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണ്. പക്ഷെ ആകാശത്തിന് സൗണ്ട് ഉണ്ട്, പക്ഷേ നമുക്ക് കേൾക്കാൻ കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഉലമാക്കൾ പറയുന്നത് എല്ലാ മനുഷ്യന്മാരും ബധിരന്മാരാണെന്നാണ്. എല്ലാ മനുഷ്യന്മാരും ഒരർത്ഥത്തിൽ ബധിരന്മാരാണ്. നാം കേൾക്കുന്ന ശബ്ദത്തേക്കാൾ കൂടുതൽ ഭൂമിയിൽ നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങളാണ്. നമ്മൾ കേൾക്കുന്നില്ല. ഇവിടെ ഒരുപാട് സൗണ്ട് ഉണ്ട്, നമ്മളൊന്നും കേൾക്കുന്നില്ല. ആകാശങ്ങളുടെ സൗണ്ട് ഉണ്ട്. ഇപ്പൊ സമീപകാലത്ത് യൂട്യൂബിലൊക്കെ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ആകാശത്തിന്റെ സൗണ്ട് പിടിച്ചിട്ടുണ്ട്. അത് അതിന്റെ സൗണ്ടാണോ എന്ത് സൗണ്ടാണെന്നറിയില്ല. പക്ഷെ അവർ പറയുന്നത് ഗാലക്സികളുടെ, നക്ഷത്രങ്ങളുടെ മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന പ്രത്യേകമായ ഒരു സൗണ്ടാണ്. ഒരു പേടി തോന്നുന്ന ഒരു പ്രത്യേക സൗണ്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അവർ പറയുന്ന യൂണിവേഴ്സിൽ അപാരമായ സൗണ്ട് ഉണ്ട്. റബ്ബ് നമ്മളത് കേൾപ്പിക്കാതെ പിടിച്ചു വെച്ചാണ്. എന്നാൽ മിഅ്റാജിന്റെ രാത്രിയെക്കുറിച്ച് നബിയോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ കാണാത്ത പലതും ഞാൻ കണ്ടു, നിങ്ങൾ കേൾക്കാത്ത ഒരുപാട് സൗണ്ടുകൾ ഞാൻ കേട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് സൗണ്ടുകൾ ലോകത്തുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സൗണ്ട് കേട്ടു. ഒരു ഡോറ് തുറന്ന സൗണ്ടാണ്. ഒരു മലക്കിറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ. ഖുർആൻ മൊത്തം പ്രകാശമാണ്. ആ പ്രകാശത്തിലെ 2 പ്രകാശം ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ, പിന്നെ അവാഖിറു സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 3 ആയത്തുകൾ അല്ലെങ്കിൽ 2 ആയത്തുകൾ, അതുപോലും പ്രകാശമാണ്. സൂറത്തുൽ ഫാത്തിഹ പോലും പ്രകാശമാണ്. അർത്ഥമറിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹയെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇരുട്ടില്ല. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളുടെ അർത്ഥം പഠിച്ച ഒരാളുടെ ജീവിതത്തിൽ ഇരുട്ടില്ല.
അതാണ് അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി. ഇങ്ങനെ ഇരുട്ടില്ലാതിരിക്കുകയും വസന്തമായി മാറുകയും ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കേണ്ട കാര്യമാണെന്ത്? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖങ്ങൾ നീങ്ങിപ്പോകണേ, വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഈ ഖുർആൻ കാരണം നീങ്ങിപ്പോകണേ. അൻതജഅലൽ ഖുർആന എന്നാണ് പറഞ്ഞത്. ഖുർആനിലൂടെ സംഭവിക്കേണ്ടതാണത്. ദുഃഖങ്ങളില്ലാതെയാകുവാൻ ഖുർആൻ, ഉത്കണ്ഠകളില്ലാതെയാകുവാൻ ഖുർആൻ, ഹൃദയത്തിന്റെ ഇരുട്ടുകൾ ഇല്ലാതെയാകുവാൻ ഖുർആൻ, എല്ലാ നിലക്കുമുള്ള വസന്തമായി ജീവിതത്തിൽ നിലകൊള്ളാൻ ഖുർആൻ. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ വല്ലാത്തൊരു ഹാപ്പിനെസ്സിലാണത്. ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന വിഭവങ്ങളെക്കാൾ ഖൈറായത് പരിശുദ്ധ ഖുർആനാണ്, അതുകൊണ്ട് ആഹ്ലാദിച്ചോളൂ എന്നാണ്.